റോഷിപാൽ കേൾക്കാമോ? ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികളിൽ എന്തെങ്കിലും ഉറപ്പുകൾ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയോ WCCക്ക്? റോഷിപാൽ കേൾക്കാമോ? സുജയ, ഏതാണ്ട് 15 മിനിറ്റോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് WCCയുടെ പ്രതിനിധികൾ പുറത്തേക്കിറങ്ങിയത്. അതിൽ ദീദി ദാമോദരൻ, ബീന പോൾ, രേവതി അടക്കമുള്ള റീമ കല്ലിങ്കൽ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് കണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് അവർ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 19-ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗികമായ പേജുകൾ, അതിൻ്റെ റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നപ്പോൾ ആ റിപ്പോർട്ട് വളരെ വിശദമായി പരിശോധിച്ച് ആ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപ്പിലാക്കേണ്ട പല വിഷയങ്ങൾ, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ WCC അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ആ റിപ്പോർട്ടിലുള്ളത്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, 2017 ഫെബ്രുവരി 17-ന് കൊച്ചിയിൽ ക്രൂരമായി നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട WCC എന്ന സംഘടന സിനിമാ മേഖലയിലെ തൊഴിൽ ചൂഷണം, ലൈംഗിക അതിക്രമം ഉൾപ്പെടെ അത് പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ മുന്നോട്ട് വെച്ചത്. അന്ന് ഒന്നാം പിണറായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിശ്ചയിക്കുന്നു. 3 അംഗ സമിതി അത് പഠിച്ച് 2019 ഡിസംബർ 31-ന് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. പക്ഷേ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെ പുറത്തു വന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഈ WCC അംഗങ്ങൾ അവർ തയ്യാറാക്കിയ ഒരു നിർദ്ദേശം, ആ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ട് അത് സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് സമർപ്പിച്ചത്. കാരണം WCCയുടെ ആവശ്യപ്രകാരമായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിശ്ചയിച്ചത്, 3 അംഗ സമിതിയെ നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കാനുള്ള ഒരു അവകാശവും സ്വാഭാവികമാണ് WCCക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആ ഒരു നിർദ്ദേശങ്ങൾ. ഇനി ആ നിർദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് അത് അറിയേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മുന്നോട്ട്, പ്രത്യേകിച്ച് സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട WCC അതുമായി സഹകരിക്കേണ്ടതില്ല എന്നടക്കമുള്ള ഒരു പ്രതികരണം WCCയിലെ വിവിധ അംഗങ്ങൾ തന്നെ പ്രകടിപ്പിച്ചു. കാരണം കുറ്റവാളികൾ അല്ലെങ്കിൽ കുറ്റാരോപിതരെ ഒരുമിച്ച് നിരത്തിയുള്ള, പരാതിക്കാരെയും കുറ്റാരോപിതരെയും നിരത്തിയുള്ള ഒരു പരിപാടിക്കില്ല, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള വേദിയാക്കി കോൺക്ലേവ് മാറ്റുകയാണെങ്കിൽ അതുമായി സഹകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് WCC അംഗങ്ങളും എത്തുന്നുണ്ട്. ഔദ്യോഗിക തീരുമാനം വന്നില്ലെങ്കിൽ ഈ വിഷയത്തിലടക്കമുള്ള നിലപാട് അത് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടാകും. ഏതായാലും ഇവിടെ മാധ്യമങ്ങളുമായി സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ തിരക്ക് കാരണം റോഡിലായിരുന്നു, മുൻകൂട്ടി നിശ്ചയിച്ചതായിരുന്നില്ല. അതുകൊണ്ട് റോഡിൽ സംസാരിക്കാൻ പറ്റിയില്ല. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ WCCയുടെ വാർത്താക്കുറിപ്പ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് മുൻകൂട്ടി നിശ്ചയിച്ചുള്ള ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകാനും ഉള്ള സാധ്യതയും തള്ളാൻ പറ്റില്ല. ഏതായാലും ദീദി ദാമോദരൻ അടക്കമുള്ള WCC, ബീന പോൾ ഉൾപ്പെടെയുള്ള WCC അംഗങ്ങൾക്ക് മാധ്യമങ്ങളോട് ഇന്നത്തെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാനുള്ള താല്പര്യമുണ്ട്. അവർ സന്നദ്ധരാണ്. പക്ഷേ ഇവിടെ അസൗകര്യം കാരണം റോഡിലായതുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമായിരുന്നില്ല. അതുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല, തിരക്ക് കാരണം. ഏതായാലും അല്പസമയത്തിനകം തന്നെ അവരുടെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ പഠിച്ച് അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, ചില ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം അവർ പൂർത്തീകരിച്ചു. ഇനി സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഈ കൂടിക്കാഴ്ച. WCC അംഗങ്ങളുടെ പ്രതികരണം കിട്ടുമോ എന്ന് കൂടി നോക്കാം. കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു WCC. 15 മിനിറ്റാണ് കൂടിക്കാഴ്ച നീണ്ടുനിന്നത്.